സ്വന്തമായി ചെയ്യുക എന്നുള്ളതിലുപരി ഒരു ആയുർവേദ ഡോക്ടറുടെ ഉപദേശപ്രകാരം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അത് ഞങ്ങൾ പ്രത്യേകം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. ആകാശത്തിലെ കുഞ്ഞു നക്ഷത്രങ്ങളെ പോലെ തിളങ്ങി നിൽക്കുന്ന ഈ പൂക്കളെ നിങ്ങൾ കണ്ടോ? ഈ കുഞ്ഞു സുന്ദരിയുടെ ഔഷധ ഗുണങ്ങളെ കുറിച്ച് നമുക്കൊന്ന് അറിഞ്ഞാലോ? ഈ കുഞ്ഞു സുന്ദരിയുടെ പേരാണ് നന്ദ്യാർ വട്ടം കേട്ടോ. ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഗാർഡനിലെ പൂക്കൾ വളരെ കൂടുതലായിട്ട് നിറയ്ക്കാനും ഗാർഡൻ അത്തരം ഒരു ചെടിയാണ് ഇന്ന് നമ്മുടെ ഗാർഡൻ വളരെ സൗന്ദര്യം നമ്മുടെ ഇഷ്ടമുള്ള രീതിയിൽ നമുക്കത് ഡെക്കറേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ. ആ ചെടിയെ കുറിച്ചാവട്ടെ ഇന്നത്തെ നമ്മുടെ ഡെക്കറേറ്റ് ചെയ്തേക്കണതും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കൂട്ടുകാരെ, വാവച്ചിയും നമ്മുടെ മീനൂട്ടിയും ഒരു ചെടിയുടെ ചുറ്റാകെ കിടന്ന് കറങ്ങുന്നത് കണ്ടോ? ഈ ചെടിയുടെ പേരാണ് നന്ദ്യാർ വട്ടം കേട്ടോ. വളരെ മനോഹരമായി നിൽക്കുന്ന ഒരു ചെടി. ഈ ചെടിക്ക് കുറേ ഔഷധ ഗുണങ്ങളുണ്ട്. അപ്പം നമ്മൾ ആദ്യം ആ ഔഷധ ഗുണങ്ങളെ കുറിച്ചങ്ങ് പറയുകയാണ് കേട്ടോ. നേത്ര രോഗങ്ങൾ ശമിപ്പിക്കാനും മുറിവുകളും നീരും കുറയ്ക്കാനും അണുബാധ തടയാനും സഹായിക്കുന്ന ഔഷധ ഗുണമുള്ള ഒരു നിത്യഹരിത ചെടിയാണ് കേട്ടോ നമ്മുടെ ഈ നന്ദ്യാർ വട്ടം എന്ന് പറയുന്ന ഈ ചെടി. പൂവിൻ്റെ നീര് കണ്ണിൻ്റെ ആരോഗ്യത്തിനും വേര് പല്ലുവേദനയ്ക്കും ചർമ്മ സംരക്ഷണത്തിനും ഫലപ്രദമായി ഉപയോഗിച്ചു വരുന്നതാണ്. നന്ദ്യാർ വട്ടം എന്ന് പറയുന്ന ചെടിയുടെ പ്രധാന ഗുണങ്ങൾ എന്തൊക്കെയെന്ന് ചോദിച്ചാൽ നേത്ര സംരക്ഷണം, മുറിവുകളും നീര് ശമിപ്പിക്കാൻ ഉപയോഗിക്കുക, പിന്നെ പല്ലുവേദനയ്ക്കുള്ള പരിഹാരം, അതുകൂടാതെ ചർമ്മ സംരക്ഷണം, പ്രസവശേഷമുള്ള ശരീരവേദന അങ്ങനെയുള്ളത് അകറ്റാൻ കഴിയും. പിന്നെ ഔഷധ സസ്യം കൂടെയാണ്. ഇപ്പോൾ നമുക്കിത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കേൾക്കുകയാണെങ്കിൽ നമ്മുടെ നേത്ര സംരക്ഷണം എന്ന് പറയുന്ന നന്ദ്യാർ വട്ടത്തിൻ്റെ പൂവ് വെള്ളത്തിലിട്ട് വെച്ച് ആ വെള്ളം കൊണ്ട് കണ്ണ് കഴുകി എടുക്കുകയാണെങ്കിൽ നമുക്ക് ചെങ്കണ്ണൊക്കെ മാറുമെന്ന് പറയുന്നുണ്ട്. പിന്നെ കണ്ണിൻ്റെ ചൊറിച്ചിൽ, അണുബാധ എന്നിവ മാറാനും സഹായിക്കുന്നുണ്ട്. പൂവിൻ്റെ നീര് കണ്ണിൽ ഒഴിക്കുന്നത് കണ്ണിന് കുളിർമ നൽകും കേട്ടോ. നമ്മുടെ മുറിവുകളും നീരും ശമിപ്പിക്കാൻ വേണ്ടി ഇതിൻ്റെ ഇലയുടെ പൂവിൻ്റെയും നീര് മുറിവുകളിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. അതിനെങ്ങനെയാണെങ്കിൽ മാക്സിമം നമ്മളിതിൻ്റെ നീരാണെങ്കിലും അല്ലെങ്കിൽ മുറിവുകളാണെങ്കിലൊക്കെ മാറ്റാൻ കഴിയും കേട്ടോ. പിന്നെ പല്ലുവേദനയ്ക്കുള്ളൊരു പരിഹാരം കൂടെയാണ്. നന്ദ്യാർ വട്ടത്തിൻ്റെ വേര് ചവയ്ക്കുന്നത് പല്ലുവേദന കുറയ്ക്കാൻ സഹായിക്കും എന്നും നമ്മുടെ പ്രായമുള്ള അപ്പൂപ്പന്മാരും അമ്മച്ചിമാരും ഒക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്. ചർമ്മ സംരക്ഷണത്തിന് പൂവ് മഞ്ഞളുമായി ചേർത്ത് അരച്ച് പുരട്ടുന്നത് ത്വക്ക് രോഗങ്ങൾക്കും പിന്നെ നമ്മുടെ മുറിവുകൾക്കൊക്കെ മുറിവ് ഉണങ്ങാനൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും കേട്ടോ. അതൊക്കെ വളരെ നല്ലതാണ്. പിന്നെ പ്രസവശേഷമുള്ള ശരീരവേദന, നമ്മുടെ സ്ത്രീകൾക്കുള്ള ശരീരവേദന അത് ഉണ്ടാവുന്നത് ആ വേദന ഉണ്ടല്ലോ, അത് പനി മാറിയ ശേഷമുള്ള വേദന എന്നിവയൊക്കെ നമുക്ക് കുറയ്ക്കാൻ നന്ദ്യാർ വട്ടത്തിൻ്റെ വേരും പൂവും തിളപ്പിച്ച വെള്ളത്തിൽ കുളിക്കുന്നത് ഗുണകരമാണ്. സാധാരണ രീതിയിൽ നമുക്കത് വീട്ടിൽ ചെയ്യാൻ കഴിയുന്നത് തന്നെയാണ്. പിന്നെ അതുകൂടാതെ ഇതൊരു ഔഷധ സസ്യമാണ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ശരീരത്തിലും ചർമ്മത്തിലും തലമുടിയിലും ഒരുപോലെ പ്രയോജനകരമാണ്. ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ നന്ദ്യാർ വട്ടം എന്ന് പറയുന്ന ഈ കൊച്ചു സുന്ദരിയുടെ ഔഷധ ഗുണങ്ങൾ. കൂട്ടുകാരൻ, ഞാനൊരു കാര്യം പറയട്ടെ. നമ്മൾ സൈക്കോസൊല്യൂഷനിൽ ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഞങ്ങൾ നിങ്ങളെ അറിയിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്ന് ചോദിച്ചാൽ ഇങ്ങനെയുള്ള ഈ ഗുണങ്ങൾ ഇത് നമുക്ക് സ്വന്തമായി ചെയ്യുക എന്നുള്ളതിലുപരി ഒരു ആയുർവേദ ഡോക്ടറുടെ ഉപദേശപ്രകാരം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അത് ഞങ്ങൾ പ്രത്യേകം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. സാധാരണ കാണുന്ന ഈ നന്ദ്യാർ വട്ടം രണ്ട് തരത്തിലുണ്ട് കേട്ടോ. അതായത് ഒറ്റ ഇതളോട് കൂടിയുള്ളതും പിന്നെ റോസാപ്പൂവിൻ്റെ മോഡലിലുള്ള ആയിട്ടും രണ്ട് തരത്തിൽ ഇവ കാണപ്പെടുന്നുണ്ട്. കൂട്ടുകാരെ, ഇതിൻ്റെ മറ്റൊരു പേരാണ് ക്രേപ്പ് ജാസ്മിൻ എന്ന് പറയുന്നത് കേട്ടോ. ഇത് അപ്പോസൈനേസി കുടുംബത്തിൽപ്പെടുന്ന ചെടിയാണ്. എന്ന് പറഞ്ഞാൽ ഇതിൽ പാൽ കറ എന്ന് പറയുന്ന ഒരു കറ ഉണ്ടല്ലോ, നമ്മളതിൻ്റെ തണ്ടൊക്കെ ഒടിക്കുമ്പോഴത്തേക്കുള്ള ഒരു കറ ഇതിലുണ്ട്, ഒരു വെള്ള കളറിലുള്ളൊരു കറയുണ്ട് കേട്ടോ. ഇത് ഇത്തിരി വിഷാംശം അടങ്ങിയിട്ടുണ്ടെന്നും പറഞ്ഞു കേൾക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ കൂട്ടുകാർക്കൊക്കെ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ത്വക്കിൽ അലർജി ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. നന്ദ്യാർ വട്ടം നമ്മൾ ആയുർവേദപരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മളത് ഉപയോഗിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം കേട്ടോ. മരുന്നായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ കൃത്യമായ അളവ് പാലിക്കണം. അത് നമ്മൾ ഉള്ളിലോട്ട് കഴിക്കുമ്പോൾ വൈദ്യ നിർദ്ദേശം അനുസരിച്ച് വേണം അത് ഉപയോഗിക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് വിപരീതമായിട്ടായിരിക്കും പ്രവർത്തിക്കുന്നത് കേട്ടോ. അമിതമായിട്ട് നമ്മുടെ ഉള്ളിൽ അത് പോകാനും പാടില്ല. അപ്പോൾ ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ കറക്റ്റ് ഒരു നിർദ്ദേശപ്രകാരം മാത്രമേ ചെയ്യാവൂ. അല്ലെങ്കിൽ ഒരു വീഡിയോ കണ്ടു അവർ പറഞ്ഞു എന്ന രീതിയിൽ ആരും ഇതൊന്നും കയറി ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ.
നിങ്ങളെല്ലായിടത്തും നമ്മൾ പ്രത്യേകിച്ച് ഹോസ്പിറ്റലുകൾ അല്ലെങ്കിൽ പ്രത്യേകിച്ച് സ്കൂളുകൾ അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ തന്നെ ഗാർഡനിലൊക്കെ പോകുമ്പോൾ ഇത് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് വേലിയായിട്ട് നട്ട് വളർത്തുന്നതാണ്. ഒരേ രീതിയിൽ നമ്മുടെ മ്യൂസിയം പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഇത് നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തൊക്കെ വെച്ചേക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും കേട്ടോ. അപ്പോൾ ഈ ചെടിക്ക് വേണ്ട കുറച്ച് പരിപാലനം അല്ലെങ്കിൽ അതിൻ്റെ നന അതിനെക്കുറിച്ചൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇതിന് സൂര്യപ്രകാശം അത്യാവശ്യമായിട്ടുള്ള ഒരു ചെടിയാണ് കേട്ടോ. പിന്നെ അതുകൂടാതെ തന്നെ ഈർപ്പം വേണമെന്നുള്ളതേ ഉള്ളൂ, എന്നാലും ഓവറായിട്ട് ഈർപ്പം വരാൻ പാടില്ല. ഈ ചെടി എന്ന് പറയുന്നത് ഒരു ചെറിയ കുറ്റിച്ചെടി മാത്രമല്ല കേട്ടോ, ഇത് നല്ല രീതിയിൽ വളർന്നു വരുന്ന ഒരു ചെടി കൂടെയാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ വെട്ടി നിർത്തുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് വളരെ നല്ല ഭംഗിയിൽ കിട്ടുക. അപ്പോൾ ഇത് അതുകൊണ്ട് തന്നെ ഇതിനെ പ്രൂണിങ് എന്ന് പറയുന്ന ഒരു രീതി അത് ഉപയോഗിക്കുന്നത് വളരെ നന്നായിരിക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ ഗാർഡനെ സുന്ദരമാക്കുന്ന നമ്മുടെ വെള്ളസുന്ദരി അല്ലേ, അതെ, വെള്ളസുന്ദരിയെക്കുറിച്ചുള്ള വീഡിയോ ആയിരുന്നു ഇന്ന്. വീഡിയോ കണ്ട് ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടനോട് പ്രസ് ചെയ്യണമെങ്കിൽ പുതിയ വീഡിയോ കാണാൻ കഴിയുന്നതായിരിക്കും. ഓക്കെ, ടാറ്റാ.